പ്രിയമുള്ള രക്ഷകർത്താക്കളെ, കൊറോണ 19 എന്ന ഈ വലിയ അപകടകരമായ ഈ മഹാമാരി നമ്മുടെ നാടിനെയും നഗരത്തെയും ഈ ലോകത്തെ തന്നെ പിടിച്ചുലക്കുന്ന തരത്തിലുള്ള ഒരു പ്രയാണം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം നമുക്കെല്ലാവർക്കും അറിയാം. നിലവിലെ സ്ഥിതി അനുസരിച്ച് നാളെയിലേക്കുള്ള ഭാവി എങ്ങനെയാകും, എന്തൊക്കെയാകും, എങ്ങനെയൊക്കെ സംബന്ധിച്ചുള്ള ഒരു വിവരണം നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കുവാൻ കഴിയാത്ത വിധം ഈ COVID-19 എന്ന മഹാമാരി വലിയ തരത്തിലുള്ള വ്യാപനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ള സ്ഥാപനങ്ങൾ എന്ന് തുറക്കും, ഇന്നു മുതൽ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോയി അവരുടെ വിദ്യാഭ്യാസ മുറകൾ കൈവശപ്പെടുത്തുവാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടോ ഒരു ലക്ഷ്യമോ ഇല്ലാതെയാണ് നിലവിലെ സാഹചര്യം നമ്മൾ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ദൈനംദിനം ലഭിക്കേണ്ട ഫിസിയോതെറാപ്പി അടക്കമുള്ള തെറാപ്പികൾ അതിഗണ്യമായി നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കാത്തത് മൂലം പല കുട്ടികളിലും പ്രതികൂലമായ ഒരവസ്ഥ നിലനിൽക്കുന്നതായി നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഫിസിയോതെറാപ്പി ആവശ്യമായ കുട്ടികൾക്ക് നാം രക്ഷകർത്താക്കൾക്ക് തന്നെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മളാൽ കഴിയുന്ന നിലയിലുള്ള തെറാപ്പികൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ അഭ്യർത്ഥന പ്രകാരം പ്രശസ്ത ഫിസിയോതെറാപ്പിസ്റ്റായ ശ്രീമതി ഡോക്ടർ ഷെബിന റിയാസ് ഒരു വീഡിയോ നമുക്കായി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എല്ലാ രക്ഷകർത്താക്കളും സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അത് കണ്ട് പഠിച്ച് മനസ്സിലാക്കുകയും നമ്മുടെ കുട്ടികളിൽ അത് പരീക്ഷിക്കുകയും ചെയ്യണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ആലപ്പുഴ ജില്ലാ പരിവാറിന്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എന്റെ നമസ്കാരം. ഞാൻ ഷബ്ന റിയാസ്, ചക്കുവള്ളി ഹെൽത്ത് പ്ലസ് ഫിസിയോതെറാപ്പി ക്ലിനിക്കിലെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ലോക്ക്ഡൌൺ ഒക്കെ ആയ കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫിസിയോതെറാപ്പി ഒക്കെ ഏകദേശം ഇപ്പം മുടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയല്ലേ ഉള്ളത്. അപ്പോഴും അവർക്ക് വീട്ടിലിരുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് ഫിസിയോതെറാപ്പി മെത്തേഡ്സിനെ പറ്റി ഒരു ക്ലാസ് കൊടുക്കണമെന്ന് നമ്മുടെ ആലപ്പുഴ ജില്ലാ പരിവാറിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മുജീബ് സാർ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോയിൽ വന്നേക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ പലതരത്തിലുള്ള പ്രോബ്ലംസും അനുഭവിക്കുന്നവരുണ്ട്. ഓട്ടിസം, സെറിബ്രൽ പാൽസി, ദുഷ്യൻ മസ്കുലർ ഡിസ്ട്രോഫി, മെന്റൽ റിട്ടാർഡേഷൻ, ഡൗൺ സിൻഡ്രോം, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും. അതില് ഫിസിയോതെറാപ്പി മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന ശാരീരിക ചലന സംബന്ധമായ പ്രശ്നങ്ങൾക്കാണ്. അപ്പോഴും പൊതുവായിട്ട് കുട്ടികളിൽ കണ്ടുവരുന്ന ചില പ്രശ്നങ്ങൾക്കുള്ള വ്യായാമ മുറകളുടെ ഡെമോൺസ്ട്രേഷനിലോട്ട് നമുക്കൊന്ന് പോയെങ്കിലോ? അപ്പൊ നമുക്ക് ഫസ്റ്റ് കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസുകൾ എന്തൊക്കെയാണെന്ന് കാണാം. സ്ട്രെച്ചിങ് എക്സസൈസ് നോർമലി നമ്മൾ കൊടുക്കുന്നത് നല്ല സ്റ്റിഫ് ആയിട്ടുള്ള ലിംസ് ഉള്ള കുട്ടികൾക്കാണ്. മസിൽസ് ഒക്കെ ഹൈപ്പർ ടോൺ ആയിട്ടുള്ളത്. ഹൈപ്പർ ടോൺ എന്ന് വെച്ചാല് നല്ല മസിൽസിന്റെ ടോൺ കൂടുതലായിരിക്കും, ഭയങ്കര ഇങ്ങനെ ടൈറ്റ് ആയിരിക്കും മസിൽസ് ഒക്കെ. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കേണ്ടത് സ്ട്രെച്ചിങ് എക്സസൈസുകളാണ്. അപ്പോ അത് കൂടുതലും കാണുന്നത് സ്പാസ്റ്റിക് സെറിബ്രൽ പാൽസി. സെറിബ്രൽ പാൽസി തന്നെ പലതരത്തിലുണ്ട്. അതിനകത്ത് കോമൺ ആയിട്ട് കാണുന്നത് സ്പാസ്റ്റിക് സെറിബ്രൽ പാൽസി. 80-90% കുട്ടികൾക്കും ഈ സെറിബ്രൽ പാൽസി കുട്ടികൾ സ്പാസ്റ്റിക് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ കാല് നടക്കാനൊക്കെ നമ്മള് നടത്തിക്കാനൊക്കെ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഇങ്ങനെ ക്രോസ്ഡ് ആയിട്ടായിരിക്കും കാലിരിക്കുന്നത്. അതായത് ഈ രണ്ട് കാലുകളും തമ്മിൽ അടുപ്പിച്ചടുപ്പിച്ചായിരിക്കും അവർക്കിരിക്കുന്നത്. അപ്പൊ അതിന് ഒരു പ്രിവെൻഷൻ ആയിട്ട് അതിൽ നിന്നുള്ളൊരു ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സ്ട്രെച്ചിങ് ആണ്. ആദ്യം ഈ രണ്ട് കാലും ഇങ്ങനെ മടക്കി വെക്കണം. രണ്ട് കാലും മടക്കി വെച്ചതിന് ശേഷം പതുക്കെ കാലിങ്ങനെ അകത്തി കൊടുക്കുക. അങ്ങനെ അകത്തി കൊടുക്കുമ്പോഴത്തേക്ക് ഓരോ കുട്ടികൾക്കും ആ സ്റ്റിഫ്നെസിന്റെ ആ ടൈറ്റ്നെസിന്റെ ആ ഒരു സിവിയോറിറ്റി അനുസരിച്ച് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾ കരയുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം. അപ്പം അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമുക്ക് മാക്സിമം കൊണ്ടുപോവാം. നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ലെവൽ എത്തുമ്പോഴത്തേക്ക് ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് തന്നെ ഒരു ടൈറ്റ് ഫീൽ ചെയ്യും. എന്നിട്ട് അതിൽ നിന്നൊരു 10 ഡിഗ്രിയും കൂടെ ഒരു മാക്സിമം ഒരു 10 ഡിഗ്രിയും കൂടെ നമ്മൾ താഴോട്ട് പോകാം. അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. എന്നിട്ട് ഒരു 60 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യണം.
നോർമലി ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പറയും 10 സെക്കൻഡ്സ് ഹോൾഡ് പറയുന്നത്. പക്ഷേ ഈ സ്പാസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് എപ്പോഴും 60 സെക്കൻഡ്സ് 1 2 3 എന്ന് പറഞ്ഞ് 60 വരെ എണ്ണുന്നവരെ നമ്മളിങ്ങനെ ഹോൾഡിങ് ഇങ്ങനെ പിടിച്ചു വെച്ചേച്ച് വീണ്ടും റിട്ടേൺ ടു നോർമൽ പൊസിഷൻ. അതാണ് ഫസ്റ്റ് എക്സസൈസ്. ഇങ്ങനെ ഒരു 10 ടൈംസ്, അതാണ് ഒരു സെറ്റ് എക്സസൈസ്. ഒരു 10 ടൈംസ് അറ്റ്ലീസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഒരു ടൈമാ പറഞ്ഞത്. ഇങ്ങനെ ഒരു ദിവസം 3 നേരമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒരു സെറ്റ് എക്സസൈസ് എന്ന് പറയുമ്പോഴത്തേനെ 10 ടൈംസ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ കൊണ്ടുവരിക. ഇതാണ് ഫസ്റ്റ് എക്സസൈസ്. പിന്നെ കുറച്ചു നേരം റിലാക്സ് ചെയ്യാം. എന്നിട്ട് സെക്കൻഡ് എക്സസൈസിലോട്ട് പോകണം. സെക്കൻഡ് എക്സസൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കാല് പൊക്കുന്ന എക്സസൈസ് ആണ്. കാല് പൊക്കുമ്പോ ഉള്ള ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാല്, കാല് പൊക്കുമ്പം നമ്മുടെ കുട്ടികളുടെ നമ്മുടെ മുട്ടിന്റെ ഭാഗം വെച്ചിട്ട് മടങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും പിള്ളേർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉറപ്പായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല്, ഒരു കൈ എപ്പോഴും ആ മുട്ടിന്റെ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കാം. മറ്റേ കൈ ഈ ഒരു വശത്ത്, ഇവിടെയും ടൈറ്റ് ആയിരിക്കും. അപ്പൊ ഈ ഒരു വശത്തും പിടിച്ചതിന് ശേഷം ഇങ്ങനെ കൊണ്ടുപോകും. എന്നിട്ട് നമ്മുടെ ഒരു കുട്ടികളുടെ ഒരു കംഫർട്ടബിൾ റേഞ്ച് അത് പോവുക. അതിനുശേഷം ഒരു 60 സെക്കൻഡ്സ് നമ്മൾ ഹോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും താഴേക്ക്. ഓക്കെ, എന്നിട്ട് കുറച്ചൊരു 3-4 സെക്കൻഡ്സ് വീണ്ടും നമ്മൾ റെസ്റ്റ് ചെയ്യണം. മാക്സിമം എത്ര കൊണ്ടുപോകാൻ പറ്റുന്നോ അത്രയും കൊണ്ടുപോവാ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, ഈ കാല് ഇങ്ങനെ മടങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ടൈറ്റ് ചെയ്ത് നമ്മൾ പിടിച്ചേക്കണം. ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ വേറൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ, നമ്മളിപ്പം അമ്മമാരൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഒറ്റയ്ക്കാണ് ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ കാലിന് സപ്പോർട്ട് ചെയ്ത് പിടിക്കുന്നത് നന്നായിരിക്കും. എന്താന്ന് വെച്ചാല്, ഈ കാല് പൊക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റേ കാലൂടെ ഇങ്ങനെ പൊന്തി വരാൻ ചാൻസ് ഉണ്ട്. സ്പാസ്റ്റിക് ആണല്ലോ കുട്ടികൾ, അതുകൊണ്ട്. അപ്പം ഇപ്പൊ അത് ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഇങ്ങനെ ഒരു പൊസിഷൻ കൊണ്ടുവരണം. ഓക്കെ, ഇങ്ങനെ ഒരു പൊസിഷൻ കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ പിടിച്ച ശേഷം ഇതാണ്. അപ്പം അതാണ് രണ്ടാമത്തെ. ഇനി നെക്സ്റ്റ് അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാല്, നമുക്ക് കാലിങ്ങനെ അകത്തി കൊടുക്കണം. എപ്പോഴും പറഞ്ഞല്ലോ, കാലെപ്പോഴും ക്രോസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുട്ടികൾക്കുള്ളത്. അപ്പൊ കാലകത്തി കൊടുക്കാന്ന് വെച്ചപ്പോ നമുക്കൊരു ആംഗിൾ, ഒരു ട്രയാങ്കിൾ രീതിയിലായിരിക്കണം കാല് ഇങ്ങനെ 2 വശത്തോട്ട് അകത്തി കൊടുക്കണം. അകത്തി കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാല്, വേണമെങ്കിൽ ഒരു ട്രയാങ്കുലർ, ഒരു തടി പോലത്തെ ഒരു സാധനം ത്രികോണാകൃതിയിൽ ഉണ്ടെങ്കിൽ അതിന്റെ കാലിന്റെ 2 ഇടയ്ക്ക് വെക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അങ്ങനെ വെച്ച് നമുക്ക് ആ ഒരു ടൈറ്റ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ വെക്കാം. അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ വെക്കാം. എന്നിട്ട് വീണ്ടും ഇതാണ് അടുത്ത എക്സസൈസ്. അടുത്ത എക്സസൈസ് എന്താന്ന് വെച്ചാല്, നമ്മുടെ ഈ കാലിന്റെ ഈ ഭാഗത്തുള്ള ടൈറ്റ്നസിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ആണ്. അപ്പൊ എന്താ ചെയ്യേണ്ട വെച്ചാല്, ഒരു വിരൽ വെച്ചിട്ട് ഇവിടെ സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കൈപ്പത്തി ഇവിടെ സപ്പോർട്ട് ചെയ്ത് എൽബോ സ്ട്രെയിറ്റ് ആയിരിക്കണം. എൽബോ നല്ല നേരെ ആയിരിക്കണം. എൽബോ മീൻസ് നമ്മുടെ മുട്ട്, അതായത് നമ്മൾ ചെയ്യുന്ന അമ്മമാരുടെ മുട്ട് അല്ലെങ്കിൽ പേരൻസിന്റെ മുട്ട്, കൈയുടെ മുട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിരിക്കണം. നമ്മുടെ പൊസിഷൻ കൈപ്പാദത്തിന് കാൽപ്പത്തിയില് കൈയുടെ പാദം ഈ രീതിയിലായി വെക്കേണ്ടത്. എന്നിട്ട് ഒരു സ്ട്രെച്ച്, ഒരു വലിവ് കൊടുക്കണം. വലിവ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ചെയ്യുന്ന ആളുടെ ബോഡി ലീൻ ചെയ്യണം. കണ്ടില്ലേ? ചെയ്യുന്ന ആളുടെ, അമ്മയാണോ അച്ഛനാണോ ആരാണോ കുട്ടിക്ക് ചെയ്തു കൊടുക്കുന്നത്, അവരുടെ ബോഡി ഇങ്ങനെ ഇങ്ങോട്ട് ലീൻ ചെയ്യണം. ഇതാണ് നെക്സ്റ്റ്.
ഇനി അടുത്ത ഒരു എക്സസൈസ് ചെയ്യേണ്ടത് നമ്മുടെ നടുവിന്, അതായത് കുട്ടികളെ ഇങ്ങനെ വെച്ചതിന് ശേഷം കൈ രണ്ട് വശത്ത് വെച്ച് പൊന്തിച്ച്, ഇതാണ് അടുത്തൊരു എക്സസൈസ്. അത് കഴിഞ്ഞതിന് ശേഷം കഴുത്ത് ഉറച്ചിട്ടില്ലാത്ത കുട്ടികളില്ലേ, കഴുത്തിന് അതായത് കഴുത്ത് മേലോട്ട് പൊക്കാനൊന്നും പറ്റില്ല, അല്ലെ കഴുത്തിന് കൺട്രോൾ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട എക്സസൈസ് നമ്മൾ കമർത്തിയിട്ടിട്ടാണ് കൊടുക്കേണ്ടത്. അതെന്താണ്? ഇങ്ങനെ കമന്ന് കിടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൊച്ചുങ്ങൾക്ക് ശ്വാസതടസ്സം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോഴത്തേക്ക് ഒന്നുകിൽ നമുക്ക് കൈ വെച്ച് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഈ രണ്ട് എൽബോസ്, അതായത് രണ്ട് കൈയും ഇങ്ങനെ പിടിക്കണം. അങ്ങനെ പിടിച്ചതിന് ശേഷം, ഇതിപ്പോ നോർമൽ കുട്ടികളാണ് ഇങ്ങനെ തല പൊന്തിച്ച് വെച്ചേക്കുന്നത്. കൺട്രോൾ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ നമ്മളിങ്ങനെ കൈ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കൊരു ഇതുപോലത്തെ ഇങ്ങനത്തെ ഒരു പില്ലോസ് എടുത്തിട്ട്, ഇത്രയും പൊക്കം വേണമെന്നില്ല, ഇതിലും കുറച്ചുകൂടെ പൊക്കമായാലും മതി, പൊക്കം കുറച്ചിട്ടായാലും മതി കേട്ടോ. ഇങ്ങനെ പിടിച്ചിട്ട് തല പൊന്തിക്കാൻ പറ്റും, അതായത് തല എത്രത്തോളം പൊക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം കുട്ടിയെ കൊണ്ട് പൊക്കിപ്പിക്കണം. ബാക്കിയുള്ള നമ്മൾ സപ്പോർട്ട് ചെയ്യാം. എന്നിട്ട് ഹോൾഡ് ചെയ്യണം. എന്നിട്ട് വീണ്ടും പൊക്ക, ഹോൾഡ് ചെയ്യും. ഓക്കെ, ഇത്രയും എക്സസൈസുകളാണ് നമുക്ക് കോമൺ ആയിട്ട് സ്പാസ്റ്റിസിറ്റി ഉള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ റെഗുലറായിട്ട് ചെയ്യേണ്ട, ഇപ്പം ഫിസിയോതെറാപ്പി ക്ലിനിക്കിലൊക്കെ പോയിക്കൊണ്ടിരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പേരന്റ്സ് ഓൾറെഡി കുറെ കാര്യങ്ങളൊക്കെ തെറാപ്പിസ്റ്റുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. കിടക്ക്. ബാക്കിയുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മള് നോർമലി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് ലിംസിന്റെ മൂവ്മെന്റ്സ്, അതായത് പാസീവ് മൂവ്മെന്റ്സ് എന്ന് പറയും. പാസീവ് മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. ആക്റ്റീവ് മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന മൂവ്മെന്റ്സ്. ഇപ്പൊ കുറെയൊക്കെ കഴിയുമ്പോഴത്തേക്ക് എന്തൊക്കെയാണെങ്കിലും കുറച്ചൊക്കെ മൂവ്മെന്റ്സ് കുട്ടികൾ ചെയ്തു തുടങ്ങുമല്ലോ. ആ കുട്ടികൾക്ക് എന്തൊക്കെ മൂവ്മെന്റ്സ് കിട്ടി തുടങ്ങുന്നുണ്ടോ അതൊക്കെ എപ്പോഴും നമ്മൾ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കണം. ആ മൂവ്മെന്റ്സ് കിട്ടാൻ വേണ്ടി, ആ മൂവ്മെന്റ്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. തീരെ ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കളിപ്പാട്ടങ്ങളോ കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് അവരെ അട്രാക്ട് ചെയ്ത് അവരുടെ ശ്രദ്ധ ആകർഷിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ചെയ്യുക, മീൻസ് ചെയ്യിപ്പിക്കുക. പിന്നെ പാസീവ് മൂവ്മെന്റ്സ് ഞാൻ കാണിച്ചു തരാം. പാസീവ് മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ജോയിന്റ്സും ഒരു കുഞ്ഞു കുഞ്ഞു ജോയിന്റ്സ് വീതം കുഞ്ഞു കുഞ്ഞു ജോയിന്റ്സ് ഉണ്ട്, അതെല്ലാം നമ്മൾ അനക്കി കൊടുത്തോണം. ഫസ്റ്റ് ഞാൻ അത് ഈ കുഞ്ഞു വിരലിന്റെ ഈ ചെറിയ ജോയിന്റ് തൊട്ട് തുടങ്ങുക. ഏത് മൂവ്മെന്റ്സ് ചെയ്യുമ്പോഴും ഒരു 10 പ്രാവശ്യം അടുപ്പിച്ച് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ ഇങ്ങനെ ഓരോന്ന്. ഇപ്പൊ രണ്ടാമത്തെ നമ്മൾ ഈ കൊച്ചു ജോയിന്റ്സിന്റെ തന്നെയാണെങ്കിലും ഇവിടെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് മേലിലും താഴെയും കൈ സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുന്നില്ലേ. എന്നിട്ട് ഏത് ജോയിന്റ്സ് ആണോ അനക്കേണ്ടത് ആ ജോയിന്റ് മാത്രം ഇങ്ങനെ അനക്കി കൊടുക്കുക. അതുപോലെ ഇത് ഫുള്ള് ഇങ്ങനെ ഓരോന്നും ചെയ്യണം കേട്ടോ. ഞാനിപ്പോ വീഡിയോ കാണിക്കുന്നതിന്റെ എളുപ്പം ചെയ്തു പോവാണേ. നിങ്ങൾ ചെയ്യുമ്പോൾ 10 തവണയെങ്കിലും അടുപ്പിച്ച് ചെയ്തു കൊടുക്കുക. അങ്ങനെ ഈ കൈയുടെ ഓരോ ജോയിന്റ്സിനും കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്
വിരലിന്റെ കുഞ്ഞു കുഞ്ഞു ജോയിന്റ്സിന് കൊടുത്തതിന് ശേഷം പിന്നെ ഇവിടെയാണ് നമ്മൾ നീക്കി കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ ഈ ഭാഗം പിന്നെ നമ്മള് ചെയ്യേണ്ടത്, ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ, മുട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് കാണിച്ചു തരാം. കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പം മുട്ട് മടക്കാനായിട്ടാണെങ്കിൽ റിലാക്സ് ചെയ്യും. ഇവിടെ നമ്മള് ഇവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം, ഈ കൈയുടെ കുഴയുടെ ഭാഗത്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം, മുട്ട് മാത്രം അനക്ക്. പിന്നെ അടുത്തത് ചെയ്യാനുള്ളത് കൈയുടെ എക്സസൈസ് ആണ്. കൈയുടെ എക്സസൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് ഷോൾഡറിന്റെ എക്സസൈസ്. ഷോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ ഈസി മെത്തേഡ് അങ്ങനെ തന്നെ ചെയ്താൽ മതി. പിന്നെ അടുത്ത ചെയ്യുമ്പോഴത്തേക്ക് ഷോൾഡർ ഇങ്ങനെ അകത്തി കൊടുക്കണം. അപ്പൊ മുട്ടൊന്ന് മടങ്ങിപ്പോ അത് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ അപ്പുറത്ത് ചെയ്ത് കാണിച്ചിട്ട് ഇങ്ങനെ അത്രയാണ് നമ്മുടെ കൈക്കുള്ള പാസീവ് മൂവ്മെന്റ്സ്. പിന്നെ കാലിലും അതുപോലെ തന്നെ. കാലിന് നമ്മൾ സ്ട്രെച്ചിങ് പറഞ്ഞില്ലേ, അതേ പൊസിഷനിലായിരിക്കും പിടിക്കുന്നത്. അപ്പൊ സ്ട്രെച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഒരു ടൈറ്റ്നസിന്റെ എൻഡ് എത്തിയതിനു ശേഷവും കുറച്ചുകൂടെ നമ്മുടെ കുറച്ചുകൂടെ എന്താ പറയാ സ്ട്രെച്ച് ചെയ്യുക, വലിവ് കൊടുക്കും, വലിച്ച് ഇങ്ങനെ മസിൽസിനെ കൊണ്ടുപോകും. പക്ഷെ പാസീവ് മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എത്രത്തോളം കുഞ്ഞിന് പറ്റുന്നുണ്ടോ അത്രത്തോളം മതി. ഇത് കൂടുതൽ ഹൈപ്പോടോണിക് ആയിട്ടുള്ള കുട്ടികളും, അതായത് തീരെ ടോൺ ഇല്ലാത്ത കുട്ടികളൊക്കെ കാണത്തില്ലേ, മസിൽസ് ഇങ്ങനെ ഒട്ടും ബലമില്ലാതെ തളതളാണ് കിടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമ്മള് നന്നായിട്ട് മൂവ്മെന്റ്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇതിന്റെയും പൊസിഷനൊക്കെ മറ്റേത് തന്നെയാണ്. ജസ്റ്റ് മൂവ് ചെയ്യുക, ഇങ്ങനെ പൊക്കുക, പിന്നെ ഇങ്ങനെ ഇങ്ങനെ മാക്സിമം കൊണ്ടുവരിക. പിന്നെ ഇങ്ങനെ ഒരു പൊസിഷനുണ്ട്, ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ട്. അതായത് 90 ഡിഗ്രി കാലിങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ കൊണ്ടുവരിക. പിന്നെ മുട്ട് മടക്കി നിവർത്തുക. പിന്നെ കാലിന്റെ പാദത്തിന്റെ ഇതാണ് മൂവ്മെന്റ്. സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പൊസിഷൻ ഹോൾഡ് ചെയ്യണം. പാസീവ് മൂവ്മെന്റ്സ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു പൊസിഷൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് തന്നെ മതി. പക്ഷെ ഒരുപാട് ഹോൾഡ് ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ചെയ്യണ്ട. ജസ്റ്റ് ഇങ്ങനെ, അതായത് പാസീവ് മൂവ്മെന്റ്സ് ഞാൻ പറഞ്ഞില്ലേ, സ്പാസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ, മറ്റേ ഒരുപാട് ടൈറ്റ് അല്ലാത്ത ബലം ഇങ്ങനെ ഒട്ടും ഇല്ലാത്ത പോലെ തോന്നുന്ന കുട്ടികളുണ്ടല്ലോ, ഇവർക്കൊക്കെ നമ്മൾ ഈ മൂവ്മെന്റ്സ് ചെയ്തു കൊടുക്കണം. അതുപോലെ ഓരോന്നും, പിന്നെ ഓരോ വിരലിലും. ഇതാണ് നമ്മൾ പാസീവ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. സ്ട്രെച്ചിങ് ചെയ്തു കൊടുക്കണം, പാസീവ് മൂവ്മെന്റ്സ് ചെയ്തു കൊടുക്കണം, പിന്നെ നമ്മൾ ചെയ്തു കൊടുക്കണം. പിന്നെ കുട്ടികൾക്ക് എന്തൊക്കെ മൂവ്മെന്റ്സ് കിട്ടിയിട്ടുണ്ടോ, കുറച്ചൊക്കെ മൂവ്മെന്റ്സ് അവർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലോ, അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാം. അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാമല്ല, അതെല്ലാം നമ്മൾ
കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പം പിന്നെ നമ്മള് സെറിബ്രൽ പാലസി തന്നെ പലതരത്തിലുണ്ട്. ഒരു സൈഡ് ചിലപ്പോ ഒരു സൈഡേ പാരാലിസിസ് കാണത്തുള്ളൂ, ചിലപ്പോ രണ്ട് സൈഡും കാണും, ചിലർക്കാണെന്നുണ്ടെങ്കിൽ അരയ്ക്ക് കീപ്പോട്ട് മാത്രമേ കാണത്തുള്ളൂ തളർച്ച. അപ്പം ഓരോന്നും എങ്ങനെയാണോ ബുദ്ധിമുട്ടുള്ളത്, ഒരു സൈഡിലെ കൈക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, മറ്റേ സൈഡിലെ കൈക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ മറ്റേ കൈ ഉപയോഗിക്കാതെ ഈ കൈ വെച്ചിട്ട്, അതായത് മറ്റേ കൈ നമ്മളൊരു സ്ലിംഗ് കാണാൻ വെച്ചിട്ട് അങ്ങ് ഇങ്ങനെ പതുക്കെ ഒന്ന് കെട്ടി വെച്ചിട്ട് ഈ കൈ വെച്ചിട്ട് ഓരോ സംഭവങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യണം കുട്ടികളെ. ഒരു തെറാപ്പിയുടെ മെത്തേഡ് തന്നെയാണ്. അപ്പം മറ്റേ കൈ, അതായത് ഉപയോഗം, അതായത് നമുക്ക് പറ്റുന്ന കൈ ഉണ്ടല്ലോ, നമുക്ക് കുഴപ്പമില്ലാത്ത കൈ കൊണ്ടായിരിക്കും മിക്ക കാര്യങ്ങളും കുട്ടികൾ ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഭാഗത്ത് കംപ്ലീറ്റ് ഇഗ്നോറൻസ് വരും, അതങ്ങ് അവരെ അവഗണിച്ചേക്കും ആ ഭാഗം. അപ്പൊ അത് ഒരു ഇടയ്ക്കൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കൈ വെച്ചിട്ട്, അതായത് കുഴപ്പമുള്ള കൈ വെച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുട്ടികളെ എൻകറേജ് ചെയ്യിക്കുക. ഇതിപ്പോ ഞാൻ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. അതിനകത്ത് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് വേണേലും എന്നെ എപ്പോ വേണേലും കോണ്ടാക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ശരി, നമസ്കാരം. നന്ദി, നമസ്കാരം. അത് കഴിഞ്ഞതിന് ശേഷം കഴുത്ത് ഉറച്ചിട്ടില്ലാത്ത കുട്ടികളില്ലേ, കഴുത്തിന്, അതായത് കഴുത്ത് മേലോട്ട് പൊക്കാനൊന്നും പറ്റില്ല, അല്ലെ കഴുത്തിന് കൺട്രോൾ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട എക്സസൈസ് നമ്മൾ കമത്തിയിട്ടിട്ടാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ കമന്ന് കിടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൊച്ചുങ്ങൾക്ക് ശ്വാസതടസ്സം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോഴത്തേക്ക് ഒന്നുകിൽ നമുക്ക് കൈ വെച്ച് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഈ രണ്ട് എൽബോസ്, അതായത് രണ്ട് കൈയും ഇങ്ങനെ പിടിക്കണം. അങ്ങനെ പിടിച്ചതിന് ശേഷം, ഇതിപ്പോ നോർമൽ കുട്ടികളാണ് ഇങ്ങനെ തല പൊന്തിച്ച് വെച്ചേക്കുന്നത്. കൺട്രോൾ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ നമ്മളിങ്ങനെ കൈ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കൊരു ഇതുപോലത്തെ ഇങ്ങനത്തെ ഒരു പില്ലോസ് എടുത്തിട്ട്, ഇത്രയും പൊക്കം വേണമെന്നില്ല, ഇതിലും കുറച്ചുകൂടെ പൊക്കമായാലും മതി, പൊക്കം കുറച്ചിട്ടായാലും മതി കേട്ടോ. ഇങ്ങനെ പിടിച്ചിട്ട് തല പൊന്തിക്കാൻ പറ്റും, അതായത് തല എത്രത്തോളം പൊക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം കുട്ടിയെ കൊണ്ട് പൊക്കിപ്പിക്കണം. ബാക്കിയുള്ള നമ്മൾ സപ്പോർട്ട് ചെയ്യാം. എന്നിട്ട് ഹോൾഡ് ചെയ്യണം. എന്നിട്ട് വീണ്ടും പൊക്ക, ഹോൾഡ് ചെയ്യും. ഓക്കെ, ഇത്രയും എക്സസൈസുകളാണ് നമുക്ക് കോമൺ ആയിട്ട് സ്പാസ്റ്റിസിറ്റി ഉള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ റെഗുലറായിട്ട് ചെയ്യേണ്ട, ഇപ്പം ഫിസിയോതെറാപ്പി ക്ലിനിക്കിലൊക്കെ പോയിക്കൊണ്ടിരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പേരന്റ്സ് ഓൾറെഡി കുറെ കാര്യങ്ങളൊക്കെ തെറാപ്പിസ്റ്റുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ബാക്കിയുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മള് നോർമലി ചെയ്യേണ്ടത് എന്താ വെച്ചാല് ലിംസിന്റെ മൂവ്മെന്റ്സ്, അതായത് പാസീവ് മൂവ്മെന്റ്സ് എന്ന് പറയും. പാസീവ് മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. ആക്റ്റീവ് മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന മൂവ്മെന്റ്സ്. ഇപ്പൊ കുറെയൊക്കെ കഴിയുമ്പോഴത്തേക്ക് എന്തൊക്കെയാണെങ്കിലും കുറച്ചൊക്കെ മൂവ്മെന്റ്സ് കുട്ടികൾ ചെയ്തു തുടങ്ങുമല്ലോ. ആ കുട്ടികൾക്ക് എന്തൊക്കെ മൂവ്മെന്റ്സ് കിട്ടി തുടങ്ങുന്നുണ്ടോ അതൊക്കെ എപ്പോഴും നമ്മൾ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കണം. ആ മൂവ്മെന്റ്സ് കിട്ടാൻ വേണ്ടി, ആ മൂവ്മെന്റ്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. തീരെ ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കളിപ്പാട്ടങ്ങളോ കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് അവരെ അട്രാക്ട് ചെയ്ത് അവരുടെ ശ്രദ്ധ ആകർഷിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ചെയ്യുക, മീൻസ് ചെയ്യിപ്പിക്കുക. പിന്നെ പാസീവ് മൂവ്മെന്റ്സ് ഞാൻ കാണിച്ചു തരാം. പാസീവ് മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ജോയിന്റ്സും ഒരു കുഞ്ഞു കുഞ്ഞു ജോയിന്റ്സ് വീതം, കുഞ്ഞു കുഞ്ഞു ജോയിന്റ്സ് ഉണ്ട്, അതെല്ലാം നമ്മൾ അനക്കി കൊടുക്കണം. ഫസ്റ്റ് ഞാൻ അത് ഈ കുഞ്ഞു വിരലിന്റെ ഈ ചെറിയ ജോയിന്റ് തൊട്ട് തുടങ്ങുക. ഏത് മൂവ്മെന്റ്സ് ചെയ്യുമ്പോഴും ഒരു 10 പ്രാവശ്യം അടുപ്പിച്ച് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ ഇങ്ങനെ ഓരോന്ന്
ഇപ്പൊ രണ്ടാമത്തെ നമ്മൾ കാണും ഈ കൊച്ചു ജോയിന്റ്സിന്റെ തന്നെയാണെങ്കിലും ഇവിടെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് മേലിലും താഴെയും കൈ സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുന്നില്ലേ. എന്നിട്ട് ഏത് ജോയിന്റ്സ് ആണോ അനക്കേണ്ടത് ആ ജോയിന്റ് മാത്രം ഇങ്ങനെ അനക്കി കൊടുക്കുക. അതുപോലെ ഇത് ഫുള്ള് ഇങ്ങനെ ഓരോന്നും ചെയ്യണം കേട്ടോ. ഞാനിപ്പോ വീഡിയോ കാണിക്കുന്നതിന്റെ എളുപ്പം ചെയ്തു പോവാണേ. നിങ്ങൾ ചെയ്യുമ്പോൾ 10 തവണയെങ്കിലും അടുപ്പിച്ച് ചെയ്തു കൊടുക്കുക. അങ്ങനെ ഈ കൈയുടെ ഓരോ ജോയിന്റ്സിനും കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് വിരലിന്റെ കുഞ്ഞു കുഞ്ഞു ജോയിന്റ്സിന് കൊടുത്തതിന് ശേഷം പിന്നെ ഇവിടെയാണ് നമ്മൾ നീക്കി കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ ഈ ഭാഗം പിന്നെ നമ്മള് ചെയ്യേണ്ടത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ, മുട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് കാണിച്ചു തരാം. അത് കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പം മുട്ട് മടക്കാനായിട്ടാണെങ്കിൽ റിലാക്സ് ചെയ്യും. അല്ലെ, ഇവിടെ ഇവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. ഈ കൈയുടെ കുഴയുടെ ഭാഗത്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. മുട്ട് മാത്രം അനക്ക്. പിന്നെ അടുത്തത് ചെയ്യാനുള്ളത് കൈയുടെ എക്സസൈസ് ആണ്. കൈയുടെ എക്സസൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് ഷോൾഡറിന്റെ എക്സസൈസ്. ഷോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ ഈസി മെത്തേഡ് അങ്ങനെ തന്നെ ചെയ്താൽ മതി. പിന്നെ അടുത്ത ചെയ്യുമ്പോഴത്തേക്ക് ഷോൾഡർ ഇങ്ങനെ അകത്തി കൊടുക്കണം. അപ്പൊ മുട്ടൊന്ന് മടങ്ങിപ്പോ അത് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ അപ്പുറത്ത് ചെയ്ത് കാണിച്ചിട്ട് ഇങ്ങനെ അത്രയാണ് നമ്മുടെ കൈക്കുള്ള പാസീവ് മൂവ്മെന്റ്സ്. പിന്നെ കാലിലും അതുപോലെ തന്നെ. കാലിന് നമ്മൾ സ്ട്രെച്ചിങ് പറഞ്ഞില്ലേ, അതേ പൊസിഷനിലായിരിക്കും പിടിക്കുന്നത്. അപ്പൊ സ്ട്രെച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഒരു ടൈറ്റ്നെസിന്റെ എൻഡ് എത്തിയതിനു ശേഷവും കുറച്ചുകൂടെ നമ്മുടെ കുറച്ചുകൂടെ എന്താ പറയുക, സ്ട്രെച്ച് ചെയ്യുക, വലിവ് കൊടുക്കും, വലിച്ച് ഇങ്ങനെ മസിൽസിനെ കൊണ്ടുപോകും. പക്ഷെ പാസീവ് മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എത്രത്തോളം കുഞ്ഞിന് പറ്റുന്നുണ്ടോ അത്രത്തോളം മതി. ഇത് കൂടുതൽ ഹൈപ്പോടോണിക് ആയിട്ടുള്ള കുട്ടികളും, അതായത് തീരെ ടോണില്ലാത്ത കുട്ടികളൊക്കെ കാണത്തില്ലേ, മസിൽസ് ഇങ്ങനെ ഒട്ടും ബലമില്ലാതെ തളതളാന്ന് കിടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ നന്നായിട്ട് മൂവ്മെന്റ്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇതിന്റെയും പൊസിഷനൊക്കെ മറ്റേത് തന്നെയാണ്. ജസ്റ്റ് മൂവ് ചെയ്യുക, ഇങ്ങനെ പൊക്കുക, പിന്നെ ഇങ്ങനെ ഇങ്ങനെ മാക്സിമം കൊണ്ടുവരിക. പിന്നെ ഇങ്ങനെ ഒരു പൊസിഷനുണ്ട്, ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ട്. അതായത് 90 ഡിഗ്രി കാലം ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ കൊണ്ടുവരിക. പിന്നെ മുട്ട് മടക്കി നിവർത്തുക. പിന്നെ കാലിന്റെ പാദത്തിന്റെ ഇതാണ് മൂവ്മെന്റ്. സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പൊസിഷൻ ഹോൾഡ് ചെയ്യണം. പാസീവ് മൂവ്മെന്റ്സ് ചെയ്യുമ്പോഴത്തേക്ക്
ആ ഒരു പൊസിഷൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് തന്നെ മതി. പക്ഷെ ഒരുപാട് ഹോൾഡ് ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ചെയ്യണ്ട. ജസ്റ്റ് ഇങ്ങനെ, അതായത് പാസീവ് മൂവ്മെന്റ്സ് ഞാൻ പറഞ്ഞില്ലേ, സ്പാസ്റ്റിക് ആയിട്ടുള്ള കുട്ടി, മറ്റേ ഒരുപാട് ടൈറ്റ് അല്ലാത്ത, ബലം ഇങ്ങനെ ഒട്ടും ഇല്ലാത്ത പോലെ തോന്നുന്ന കുട്ടികളുണ്ട്. ഇവർക്കൊക്കെ നമ്മൾ ഈ മൂവ്മെന്റ്സ് ചെയ്തു കൊടുക്കണം. അതുപോലെ ഓരോന്നും, പിന്നെ ഓരോ വിരലിലും. ഇതാണ് നമ്മൾ പാസീവ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. സ്ട്രെച്ചിങ് ചെയ്തു കൊടുക്കണം, പാസീവ് മൂവ്മെന്റ്സ് ചെയ്തു കൊടുക്കണം, പിന്നെ നമ്മൾ ചെയ്തു കൊടുക്കണം. പിന്നെ കുട്ടികൾക്ക് എന്തൊക്കെ മൂവ്മെന്റ്സ് കിട്ടിയിട്ടുണ്ടോ, കുറച്ചൊക്കെ മൂവ്മെന്റ്സ് അവർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലോ, അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാം. അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാല്ല, അതെല്ലാം നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പം പിന്നെ നമ്മള് സെറിബ്രൽ പാലസി തന്നെ പലതരത്തിലുണ്ട്. ഒരു സൈഡ്, ചിലപ്പോ ഒരു സൈഡേ പാരാലിസിസ് കാണത്തുള്ളൂ, ചിലപ്പോ രണ്ട് സൈഡും കാണും. ചിലർക്കാണെന്നുണ്ടെങ്കിൽ അരയ്ക്ക് കീപ്പോട്ട് മാത്രമേ കാണത്തുള്ളൂ തളർച്ച. അപ്പം ഓരോന്നും എങ്ങനെയാണോ ബുദ്ധിമുട്ടുള്ളത്, ഒരു സൈഡിലെ കൈക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, മറ്റേ സൈഡിലെ കൈക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ മറ്റേ കൈ ഉപയോഗിക്കാതെ ഈ കൈ വെച്ചിട്ട്, അതായത് മറ്റേ കൈ നമ്മളൊരു സ്ലിംഗ് കാണാൻ വെച്ചിട്ട് അങ്ങ് ഇങ്ങനെ പതുക്കെ ഒന്ന് കെട്ടി വെച്ചിട്ട് ഈ കൈ വെച്ചിട്ട് ഓരോ സംഭവങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യണം കുട്ടികളെ. ഒരു തെറാപ്പിയുടെ മെത്തേഡ് തന്നെയാണ്. അപ്പം മറ്റേ കൈ, അതായത് ഉപയോഗം, അതായത് നമുക്ക് പറ്റുന്ന കൈ ഉണ്ടല്ലോ, നമുക്ക് കുഴപ്പമില്ലാത്ത കൈ കൊണ്ടായിരിക്കും മിക്ക കാര്യങ്ങളും കുട്ടികൾ ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഭാഗത്ത് കംപ്ലീറ്റ് ഇഗ്നോറൻസ് വരും, അതങ്ങ് അവോയ്ഡ്, അവരെ അവഗണിച്ചേക്കും ആ ഭാഗം. അപ്പൊ അത് ഒരു ഇടയ്ക്കൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പുറത്തെ കൈ വെച്ചിട്ട്, അതായത് കുഴപ്പമുള്ള കൈ വെച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുട്ടികളെ എൻകറേജ് ചെയ്യിക്കുക. ഇതിപ്പോ ഞാൻ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. അതിനകത്ത് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് വേണേലും എന്നെ എപ്പോ വേണേലും കോണ്ടാക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ശരി, നമസ്കാരം, നന്ദി, നമസ്കാരം.